അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദേശം ഒരു മനുഷ്യന് പച്ചയിൽ എങ്ങനെ പീഡിപ്പിക്കാൻ കഴിയുമോ അതുപോലെ ഇപ്പോ എന്നെ പീഡിപ്പിച്ചു കഴിഞ്ഞു. കുഞ്ഞലട്ടി പൈസക്ക് പഴയ ദേഷ്യം ഉണ്ടായിരുന്നു, അത് വളരെ മനോഹരമായി വളരെ സ്വീറ്റായിട്ടെത്തു. വേദി എന്തുകൊണ്ടും എനിക്ക് പ്രധാനപ്പെട്ടത് നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ തിരിച്ചുപോക്ക് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് ഇരിക്കുന്ന വേദിയാണിത്. ഉസ്താദാണ് എല്ലാം തിരിച്ചറിഞ്ഞ് നാട്ടിൽ ഇരിക്കുന്ന സെക്രട്ടറി സമസ്തക്ക് വേണമെന്നും സംഘടനയ്ക്ക് വേണമെന്നും പറഞ്ഞ് അൽമുബാറക്കിലൂടെ പ്രകമ്പനം കൊള്ളിച്ച ലേഖനത്തിലൂടെ സംഘടനക്കുള്ളിൽ വിപ്ലവം സൃഷ്ടിച്ച് ഇത്തരമൊരു തിരിച്ചുപോക്ക് നടത്തിയത്, അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മർക്കസിൽ പഠിക്കുമ്പോൾ മർക്കസ് ആർട്സ് കോളേജിൽ നിന്ന് ആ അൽ മുബാറക്ക് വായിച്ച ഓർമ്മ എന്നും ഈ തിരിച്ചുവരുന്ന സമയത്തും എന്നെ സന്തോഷിപ്പിക്കും. കാരണം അന്ന് ഉസ്താദ് പറഞ്ഞ ആശയത്തെ ചെറുതായി അംഗീകരിച്ചിരുന്നെങ്കിലും പിന്നീട് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവിടെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ചുറ്റുപാടുകളിൽ നിന്ന് ആ ആശയം പിന്നെ ക്രമേണ മറന്നുപോയതായിരുന്നു. എങ്കിലും പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം ആ ചിന്ത തിരിച്ചു വരികയും യഥാർത്ഥം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ലക്കൽ ഹംദ് യാ അല്ലാഹ്. എന്തായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാലൻകുട്ടി ഫൈസ് അവസാനിച്ചെടുക്കുന്നത് ഞാൻ തുടങ്ങാം. ആക്കോട്ടാണ് നമ്മളിപ്പോൾ അവസാനിച്ചത്. ആക്കോട്ടെ ആ റോങ് പരിപാടിയുടെ കണക്ക് ഇന്നലെ ഞാൻ ആക്കോട് വെച്ച് തീർത്തു. ആക്കോട് ഇന്നലെ കൂടിയ 10,000-കണക്കിന് ആളുകൾ, ആയിരങ്ങളൊന്നല്ല, വലിയൊരു സദസ്സിന്റെ മുന്നിൽ ആ കണക്ക് മുഴുവൻ എഴുതിയില്ല തീർത്തുണ്ട്. ഇനിയിപ്പോൾ കൂടുതലത് വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. സൗദി അറേബ്യയിൽ നിന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ് മുബാറക്ക് നമുക്ക് തിരിച്ചു ലഭിക്കുകയാണ്, അത് വളരെ ഭക്ത്യാദരപൂർവ്വം സ്വീകരിച്ച് ആനയിച്ച് യാത്ര അയക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടാണ് ഞങ്ങളന്ന് ആ പണിയെടുത്തത്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആക്കോടെ ഇസ്ഹാഖ് ഹാജിയുടെ മൊബൈലിലേക്ക് വിളിച്ച് ഞങ്ങൾക്ക് ആശംസകൾ നേർന്നത് ഈ സംഭവം നടക്കുന്ന തൊട്ട് നിമിഷങ്ങൾക്ക് ഇടയിലായിരുന്നു. ഇങ്ങനെ എല്ലാ നേതാക്കളും പിന്തുണ നൽകുകയും സിറാജ് പത്രത്തിൽ സിറാജിന്റെ സ്റ്റാഫ് റിപ്പോർട്ടറായ സെയ്ഫ് പാലോളിക്ക് വേണ്ടി ആ റിപ്പോർട്ടർ തയ്യാറായി കൊടുക്കാനും അതിലെ വാർത്തകൾ വിശദാംശങ്ങൾ നൽകാനും സംഘടന ചുമതലപ്പെടുത്തിയത് എന്നെയായിരുന്നു. എന്നിട്ട് അവസാനം പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നു, അത് അല്ലെങ്കിൽ പേരോട് പറയുന്നു, അതൊക്കെ റോങ് പരിപാടിയാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, എന്റെ ചിന്തകളൊക്കെ എന്നെപ്പോലെയുള്ള ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത് ഇത്തരം സമയങ്ങളിലായിരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന വിഭാഗം പറഞ്ഞിരുന്നത് പ്രവാചകരുടേതാണെന്ന് പറയപ്പെട്ടാൽ മതിയെന്നാണ്. എന്നാൽ SKSSF ഇത് തിരിച്ചു തരുമ്പോ പറയപ്പെടുകയല്ല, എഴുതപ്പെടുക. എഴുതിയിട്ടാണ് തന്നത്. SKSSF പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു അത്. കാന്തപുരത്തിന്റെ അനുയായികളെയും കൊടുക്കാൻ ചെയ്ത ആ തന്ത്രം വലിയ വിജയമായിരുന്നു എന്നിപ്പോൾ തിരിച്ചറിയുന്നു. ആ തന്ത്രത്തിൽ ഞങ്ങൾ ഒരിക്കലും കുടുങ്ങിയിട്ടില്ലായിരുന്നു. പ്രവർത്തകർ, നേതാക്കൾ കുടുങ്ങിയിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞു തന്ന ഉസൂലനുസരിച്ച് ഞങ്ങൾക്ക് അത് സ്വീകരിക്കാൻ ബാധ്യതയുണ്ടായിരുന്നു. അന്ന് ആത്മാർത്ഥമായി തന്നെയാണ് അതൊക്കെ ചെയ്തത്. അന്ന് SKSSF അമ്മൂന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ടില്ല, 3ാമത്തെ ദിവസമാണ് പറഞ്ഞത്. അപ്പോഴേക്കത് ബോംബെയിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് വിശ്വസിക്കുന്നൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ പഠിപ്പിച്ചു തന്നൊരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക്, ആ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ ബാധ്യതയുണ്ടായിരുന്നു. ആ നിലയിൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തനം സംഘടനയോട് ചോദിക്കാത്തതിന്റെ പേരിലാണ് റോങ് ആയതത്രേ. ഞാൻ ചോദിക്കട്ടെ, സംഘടനയോട് ചോദിച്ചില്ലെങ്കിൽ എല്ലാം റോങ് ആവുമെന്നാണ് പേരോട് പറഞ്ഞത്. ഒരു പഴയ SSF-കാരനായി ഞാൻ ചിന്തിക്കുകയാണിപ്പോ. ഇപ്പൊ ഞാനതിലല്ലെങ്കിലും ആ പഴയ SSF-കാരനായി ഞാൻ ചിന്തിക്കുന്നു. അന്ന് അതുപോലെ ഒരു സമയത്ത് ഒരു നാട്ടിൽ ഖുർആൻ ഷരീഫ് കത്തിക്കുന്നതായി കാണുന്നു, റോഡരികിൽ നിന്ന് കത്തിക്കുന്നു. എന്തു ചെയ്യണം SSF-കാരൻ? ഉടനെ SSF-കാരൻ എല്ലാ യൂണിറ്റിലെ എല്ലാ മെമ്പർമാരെയും എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും വിളിക്കണം കമ്മിറ്റിയോടെ. എന്നിട്ട് അവരോട് പറയണം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഉടനെ തീരുമാനം എടുക്കണം. യോഗം ചേർന്ന്
തീരുമാനമെടുക്കുക, മിനിറ്റ്സ് എഴുതിയുണ്ടാക്കി പാസ്സാക്കുക തീരുമാനം. എന്താ ഇതിനെ തടയൽ അനിവാര്യമാണോ അല്ലേ എന്ന് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയോട് ചോദിച്ചറിഞ്ഞ് തടയാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഉടനെ കുറ്റ്യാടിയിലേക്ക് വിളിക്കുക. എന്നിട്ട് പേരോടിനോട് ചോദിക്കുക, ഇങ്ങനെയുണ്ട് ഉസ്താദെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പേരോട് ഉടനെ മറുപടി പറയും. നിങ്ങൾ ഏതായാലും നിങ്ങൾ വളരെ കൃത്യമായാണ് കാര്യങ്ങൾ ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ ഇനി നടത്താൻ പോകുന്ന പരിപാടി റോങ്ങല്ല, നിങ്ങളത് തടയാൻ ശ്രമിച്ചോളൂ എന്ന് പറയുമ്പോഴേക്ക് ഈ ഖുർആൻ കത്തിച്ചാമ്പലായിട്ടുണ്ടാവില്ലേ? പേരോട് പറയുന്ന ആർക്കാണിത് മനസ്സിലാവുക? ഞാനത് അംഗീകരിച്ചുകൊണ്ടല്ല, ആ പഴയ എസ്എഫുകാരനായി ഞാൻ ചോദിക്കുകയാണിപ്പോ. അന്ന് നിങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ചു തന്ന ഉസൂലിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് എഴുതി തന്ന പത്രം ഞങ്ങളുടെ കയ്യിൽ, ആ ഒപ്പിട്ട പേപ്പർ ഞങ്ങൾ കയ്യിലുള്ള കാലത്തോളം ഞങ്ങൾ ആ ചെയ്തതിൽ എന്ത് തെറ്റുണ്ടായിരുന്നുവെന്ന്. പിന്നെ പൊന്മള പറഞ്ഞു, അത് ശേഷം പൊന്മള അറിഞ്ഞപ്പോൾ റോങ്ങാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്, പൊന്മളയ്ക്ക് ഇതിൽ വിശ്വാസമില്ല. നേരത്തെ ഫൈസി പറഞ്ഞതുപോലെ പൊന്മളയ്ക്ക് വിശ്വാസമില്ല. പിന്നെ പൊന്മളയോടെ ഞാൻ ഫൈസി ഉസ്താദിന്റെ മുന്നിൽ നിന്ന് സൂചിപ്പിക്കുന്ന ഉസ്താദിന് നന്നായി അറിയുന്നൊരു സാധനമാണത്. കാന്തപുരം കുവൈത്തിൽ വെച്ച് കരാറിലൊപ്പിട്ടപ്പോ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാറ്റിനും മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പേരോട് ഈ വിഷയ സംബന്ധമായി ഞാൻ കത്ത് പുറത്തു കൊണ്ടുവന്നിരുന്നു. ഫൈസി ഉസ്താദ് അടക്കമുള്ളവർ മാളിയേക്കൽ ടൂറിസ്റ്റ് ഹോമിൽ യോഗം ചേരുകയും മലപ്പുറത്ത് കാന്തപുരത്തിനെതിരെ യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തതിന്റെ മിനിറ്റ്സിന്റെ ഒരു കോപ്പി ഉസ്താദിൽ നിന്ന് പുറത്തു വന്നത് ചാനലിലൂടെയും അല്ലാതെയും പലപ്പോഴും കേരളത്തിൽ ഞാൻ പ്രദർശിപ്പിക്കുകയും പേരോടിനെയും സംഘടനകളെയും വെല്ലുവിളിക്കുന്നു. ഇദ്ദേഹം കാന്തപുരത്തിനെതിരെ പണ്ടുമുതലേ പ്രവർത്തിക്കുന്ന ആളാണ്. എല്ലാറ്റിനും മറുപടി വന്ന പേരോട് ഇന്ന് വരെ ആ വിഷയത്തിന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അയാളുടെ പ്രസ്ഥാനവും ഒരു കാര്യത്തിൽ കാന്തപുരം കൊണ്ടുപോകുന്നത് വിശ്വസിക്കുന്നില്ല എന്ന് പിന്നീട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അതിന്റെ തെളിവായിരുന്നു ഈ റോങ് പരിപാടി. അങ്ങനെ ഈ റോങ് പരിപാടിയുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകളൊക്കെ ആദ്യം പുറത്തു കൊണ്ടുവരാൻ ജിഷാൻ മാഹിയുടെ കയ്യിൽ നിന്ന് എല്ലാ രേഖകളും വാങ്ങിച്ച് ആ രേഖകൾ പത്രദ്വാര ചാനലുകളിലൂടെ പുറത്തുവിട്ട സമയത്ത് ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരെ. കാരണം എല്ലാവരും പറയുന്ന പുറത്ത് SKSSകാർ പറയാറുള്ളത് കാന്തപുരത്തിനൊരു വിശ്വാസമുണ്ടെന്നാണ്, പൊന്മളക്കില്ല എന്ന് പണ്ടേ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയാറുണ്ടെങ്കിലും കാന്തപുരത്തിനും വിശ്വാസമില്ലേ ഒരു സംശയം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഏകമുഖ അക്രമമാണ് നടത്തിയത്. വെറും പൊന്മളയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് പത്രങ്ങളുടെ ചാനലിന്റെ മുന്നിലേക്ക് ഞാൻ വന്നു. പൊന്മളയെ പ്രതിയാക്കി യഥാർത്ഥ തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ പൊന്മള പറഞ്ഞത് സത്യമാണ് എന്ന് അറിയുന്ന അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പൊന്മളക്കെതിരെ സംഘടന നടപടിയെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യും. പക്ഷേ AP അബൂബക്കർ മുസ്ലിയാർ എന്താ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ പൊന്മളക്ക് വിശ്വാസമില്ല എന്ന് പണ്ടേ നമുക്കറിയില്ലേ, വെറുതെ അതിന്റെ പിന്നിൽ കൂടേണ്ട ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചത്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കാണെന്ന് പ്രചരിപ്പിച്ചതിനെ കുറിച്ച് പൊന്മളക്ക് വിശ്വാസമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന് പണ്ടേ അതിൽ വിശ്വാസമില്ല എന്ന് അറിഞ്ഞുകൂടെ എന്നാ ചോദിച്ചത്. എന്നാ പിന്നെ ഹമീദ് ഫൈസിനെ എന്തിനാ എതിർത്തത്? പൊന്മളയെ സ്നേഹിക്കുന്നത് പോലെ ഹമീദ് ഫൈസിനെ സ്നേഹിച്ചുകൂടെ? ഒരു വേള ഹമീദ് ഫൈസിയാണ് നന്നായി സ്നേഹിക്കാൻ പറ്റുക. ഒന്ന് പാളയത്തിന്റെ ഉള്ളിൽ നിന്നാണ് പടകൂട്ടുന്നത്, മറ്റൊന്ന് പുറത്തുനിന്ന് കൃത്യമായി സത്യസന്ധമായി വിളിച്ചു പറയുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നിരീക്ഷിച്ചു. പിന്നെ പേരോടാണ് പൊന്മളക്ക് വേണ്ടി രംഗത്ത് വരുന്നത്. രഹസ്യ സംഭാഷണങ്ങളടക്കം എല്ലാം പേരിലാണെന്ന് എനിക്കറിയാം, എങ്കിലും പേരോട് പരസ്യമായി രംഗത്ത് വന്നു. അതിനുശേഷം മലപ്പുറത്തെത്തിയപ്പോൾ കാന്തപുരം പറഞ്ഞു, ഇത് രേഖയുള്ളതാണ് ഈ സംഭാഷണം അടക്കം. മലപ്പുറത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, പൊന്മള കളവ് പറയാറില്ല. പൊന്മള കളവ് പറയാറില്ലെങ്കിൽ പിന്നെ ആരാ കളവ് പറയാറുള്ളത്? പൊന്മള പറഞ്ഞത് ഇത് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്നാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് വായിച്ചെടുക്കണം? കളവ് എന്നാൽ കാന്തപുരം തന്നെയാണെന്ന് സ്വയം സമ്മതിച്ചു. അപ്പൊ ഈ സംഭവങ്ങൾക്ക് ശേഷം 4-5 മാസം വെറുതെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളുമായിരുന്ന ഞാൻ അപ്പൊ തീരുമാനിച്ചു, ഇനി കളവ് പറയുന്ന കാന്തപുരവും സത്യമറിഞ്ഞിട്ട് വിശ്വസിക്കാത്ത പൊന്മളയും ഉൾക്കൊള്ളുന്ന ഈ സൂപ്പർ മാർക്കറ്റിൽ ജീവിക്കുന്നതിനൊരു അർത്ഥവുമില്ല. അതൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അവിടെ നല്ല ഹലാലായ ഇറച്ചി ഉണ്ടാവും, പന്നിമാംസവും ഉണ്ടാവും, പച്ചക്കറിയും ഉണ്ടാവും, എല്ലാം ഒന്നിച്ചുള്ള ഒരു വലിയ സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഏറ്റവും നല്ലത് ആ പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ
കച്ചവട സ്ഥാപനങ്ങളുമായും കച്ചവടവുമായി ബന്ധപ്പെടുത്തലായിരിക്കും നന്നാവുക. ആദ്യം പരിചയപ്പെടുത്തിയതാണ്. ഉടനെ അതിൽ നിന്ന് രാജിവെച്ച് പോരാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോ ഞാനും എന്റെ സുഹൃത്ത് നൗഷാദ് ഹസനിയും ഒരുപാട് മുജാഹിദുകളുമായി നടന്ന സംവാദങ്ങളിലും ഈ വിഷയത്തിൽ തന്നെ 2 സംവാദങ്ങളിലും ഞങ്ങൾ SKSSF-നോടും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ തീരുമാനിച്ച് ചർച്ച ചെയ്തു ഇനി എന്ത് ചെയ്യണം. സ്വതന്ത്രമായി നിന്ന് നമുക്ക് കാന്തപുരത്തിന്റെ ഈ നെറുകേടുകളെ തുറന്നു കാണിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ ഇതിന്റെ കുറെ സാധ്യതകൾ ചർച്ച ചെയ്തു. അവസാനം ഞങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ബോധ്യപ്പെട്ടു. ഞങ്ങൾ പറയുന്നതും പറയേണ്ടതും പറയാൻ തീരുമാനിക്കുന്നതും SKSSF പറയുന്നതും ഒന്നാണ്. പിന്നെ എന്തിനൊരു ഭിന്നതയുടെ ഒരു പുതിയ ചേരി ഉണ്ടാക്കണം? നിലവിലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് മുമ്പേ പറഞ്ഞ, നമുക്ക് പോലും വഴി കാണിച്ചു തന്ന SKSSF-ലേക്ക് പോയാൽ എന്താ എന്ന് ചിന്തിച്ചാണ് സ്വമേധയാ ഞങ്ങൾ രണ്ടുപേരും വന്നത്. ഞങ്ങളാരും കൊണ്ടുവന്നതല്ല. കൊണ്ടുവരാൻ മാത്രം, സ്വാധീനിക്കാൻ മാത്രമുള്ള ബുദ്ധിയില്ലാത്തവരൊന്നല്ല ഞങ്ങൾ. വളരെ കൃത്യമായി ചിന്തിച്ചു പോന്നതാണ്. ഈ ഉസൂലൊക്കെ പഠിപ്പിക്കപ്പെട്ടപ്പോ കാന്തപുരത്തിന്റെ ഷെയ്ഖാഹിയുടെ നമ്മുടെ പകരം സൂചിപ്പിച്ച ജാലിയവാലയെടുത്ത് ബോംബെയിൽ പോയിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് ഹമീദ് ഫൈസിനോട് ചോദിച്ചു, ഹമീദ് ഫൈസികൾ എത്ര ദിവസമാണ് ജാലിയവാലയായിട്ട് ബന്ധമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 2 ദിവസം. ആ 2 ദിവസം കൊണ്ട് അത്യാവശ്യം അവർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ 2 ദിവസമല്ല 60 ദിവസത്തെ ബന്ധമുള്ളൂ. 60 ദിവസം. അദ്ദേഹത്തിന് കേരളത്തിൽ സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കോഴിക്കോട് എയർപോർട്ടിൽ ഇറക്കി, എന്റെ വീട്ടിൽ കൊണ്ടുവന്ന്, നിങ്ങളുടെ തൊട്ടടുത്ത കുണ്ടൂർ മക്കാമിൽ കൊണ്ടുവന്ന്, ഇങ്ങനെ കേരള സിയാറത്തും കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോയത്. അന്ന് അദ്ദേഹം വന്നപ്പോ 2 ഗ്ലാസിന്റെ ട്യൂബുകളിലായി 2, ഒന്ന് ജീലാനി തങ്ങളുടേതും ഒന്ന് റസൂലുള്ളാഹി തങ്ങളുടേതും ആണെന്ന് പറഞ്ഞ് ഷെയറുകളും ആ കൂട്ടത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ യാത്ര നടത്തി. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തെ കാണുകയും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമേ വിശ്വസിച്ചു പോയ ചില വിശ്വാസങ്ങൾ മനസ്സിലുറച്ചതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ചില കാര്യങ്ങൾ ഈ സംഘടനാ നേതൃത്വത്തിൽ നിന്നും കാന്തപുരത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അവസാനം ഞാൻ പറഞ്ഞല്ലോ, എന്റെ നിരീക്ഷണത്തിന്റെ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ പുതിയൊരു നല്ലൊരു സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ പത്രസമ്മേളനവും പത്രത്തിലും ചാനലിലൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഞാൻ ബോംബെയിലേക്ക് പോയി. ഒരു 12 ദിവസം അവിടെ കൂടി. 12 ദിവസം കൂടിയിട്ട് ഞാൻ മഹാനായ ഷെയ്ഖായ ജാലിയവാല എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ അടുത്ത് കൂടിയിട്ട് കുറേ കാര്യങ്ങൾ വീണ്ടും, പണ്ടൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന്. അപ്പൊ അതിനുവേണ്ടിയാണ് പോയത്. എല്ലാ കാര്യങ്ങളും ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഷെയ്ഖ് അബൂബക്കർ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ആ കേരളത്തിൽ ജനിച്ച് ഗൾഫിൽ ജീവിക്കുന്ന ആ വ്യക്തി, ആ ഷെയ്ഖ് അബൂബക്കറിന് നിങ്ങൾ സനദ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ സനദ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരിൽ ഒരു സനദ് ഉണ്ടല്ലോ എന്ന് സനദ് കാണിച്ചു കൊടുത്തു. ആ സാധുവിന് അറബി വായിക്കാൻ അറിയാത്തത് കൊണ്ട് അദ്ദേഹം അത് വായിച്ചില്ല. എന്നോട് പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടില്ല. അയാൾ കാണേണ്ട ഒരു ആവശ്യമില്ല, കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഒരു പേപ്പർ പരിശോധിക്കേണ്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പിതാവിന്റെ പേര് ഇങ്ങനെയാണല്ലോ, പിന്നെ പിതാക്കളുടെ പേര് അങ്ങനെയൊക്കെ വരുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ പിതാക്കൾ മുഖേന തന്നെയാണ് കിട്ടിയെന്ന് ഉറപ്പല്ലേ? ആ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതും പറയുന്നതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് ചെന്നു ചേരുന്ന പരമ്പരയാണ് ഞങ്ങളത് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ അടയാളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാറുണ്ട്. കുഞ്ഞാലൻകുട്ടി ഫൈസിക്ക് അറിയാത്ത ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, കുറച്ച് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നത്. അതൊരു പേരക്കുട്ടിയാണ്. അതിന്റെ താഴെ ഇപ്പൊ ഒരു കുട്ടി കൂടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ മുട്ടിൻകാലിന്റെ അടുത്താണ് ഈ അടയാളമുള്ളത്. അങ്ങനെ ഒരു അടയാളമുള്ളത്. അപ്പൊ അങ്ങനെ പാരമ്പര്യമായി. പക്ഷെ അദ്ദേഹത്തിന്റെ മകന് അടയാളമില്ല. ഞാനത് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൽ നേരിട്ട് മകന് അടയാളം കിട്ടിയിട്ടില്ല. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ആ പരമ്പരയിലാണെന്ന് പറയുമ്പോൾ പിന്നെ മകന്റെ കാര്യത്തിലൊരു ചെറിയ സംശയം വരുന്നുണ്ട് അവിടെ. ഇത് ഞാൻ വെറുതെ പറയല്ല, ഇതൊക്കെ ഞാൻ തെളിയിക്കും. മകനാണെന്ന് പറയുന്നത് വളർത്തുപുത്രനാണെന്ന് പോലും തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഇത് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് യഥാർത്ഥമൊക്കെ തുടങ്ങുന്നുള്ളൂ. അതുവരെ ഇങ്ങനെ ചെറിയ ഡോസ് മാത്രമേ തരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ പ്രസ്ഥാനം പിരിച്ചുവിടാൻ പോലും ഒരാളില്ലാത്ത വിധത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെത്തിക്കും. നിങ്ങൾക്ക് വേണ്ടി എന്നെ കൊന്നു തീർക്കാം, എന്നാൽ ഈ കഥ തീരുള്ളൂ. മരിക്കാൻ തീരുമാനിച്ച ഒരാളെ കൊല്ലാൻ ആർക്കെങ്കിലും കഴിയുമോ? അപ്പൊ അതും സാധ്യമല്ല എനിക്ക്. ഇപ്പൊ പിന്നെ ഇതൊക്കെ പറയാൻ തുടങ്ങിയപ്പോ മിനിയാന്നൊരാൾ എന്നെ ഫോൺ ചെയ്തു.
ഫൈസി ഉസ്താദിനൊക്കെ പണ്ട് കിട്ടിയതാണ്. എന്നാലും ഞാനിങ്ങനെ ഒരു കുന്നുംപുറത്തുനിന്ന് പറഞ്ഞ് വേറൊരു പരിപാടിയിലേക്ക് പോകുന്ന വഴി ഫോൺ വന്നു. അയാൾ ആദ്യം തന്നെ വിളിച്ചത് മാനവികത ഉയർത്തുന്ന കുറെ തെറികളാണ്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഇതെന്താ മാനവികതയുടെ മുദ്രാവാക്യാണോ? അപ്പൊ അയാൾക്ക് ഒന്നുകൂടി ദേഷ്യം വന്നു. പിന്നെയും കുറെ തെറി വിളിച്ചു. അയാളോട് ചോദിച്ചു, ഇത് നിങ്ങൾ സംഘടന പുതുതായി തീരുമാനിച്ച അജണ്ടയിലുള്ള പുതിയ മുദ്രാവാക്യമോ? അപ്പൊ അയാൾക്ക് നന്നായി ദേഷ്യം വന്നു. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ AP ഉസ്താദിനെതിരെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉസ്താദിന്റെ കുരുത്തത്തെ കിട്ടാൻ പോവാണ്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, AP ഉസ്താദിന്റെ കുരുത്തക്കോട് ഏറ്റവും കൂടുതൽ കിട്ടിയത് അബ്ദുൽ ബാരി ഉസ്താദിനല്ലേ? ഒരു മകളെ തന്നെ കിട്ടിയല്ലോ. അപ്പൊ ഇയാളുടെ ദേഷ്യം വന്ന് പിന്നെ അയാളൊരു വാക്ക് പറഞ്ഞു എന്നോട്, ഭയങ്കര വാക്കാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിനോട് കളിച്ചുകൊണ്ട് 3 മാസം കൊണ്ട് നിങ്ങൾ ക്യാൻസർ ബാധിച്ച് മരിച്ചു പോകുന്നുണ്ട്. ഞാൻ റിക്കാർഡ് വെച്ചിട്ടുണ്ട് ആ സാധനം. എന്നോട് സംസാരിക്കുമ്പോൾ SSFകാരാ സൂക്ഷിച്ചു, ഞാനത് റിക്കാർഡ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് റിക്കാർഡറാണത്. ഞാൻ ആർക്കും വേണ്ടി ചെയ്യുന്നതല്ല. അതുകൊണ്ട് നൗഷാദ് ഹസനോടും സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ തമ്മിൽ സംസാരിച്ചാലും ഈ ഫോണിൽ റെക്കോർഡാവുമെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടോ നിങ്ങളാണോ എന്നെ വഞ്ചിച്ചത് എന്നൊക്കെ ചിലപ്പോ തിരിച്ചറിയാൻ ആ രേഖകൾ മാത്രം മതിയാവും. അല്ല, അതുകൊണ്ട് അള്ളാഹു ശാരീരികവും മാനസികവുമായ എല്ലാവരും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അത്രേ പറയാനുള്ള സമയത്ത്. അപ്പൊ അങ്ങനെ തെറിയാണ്. അപ്പൊ ഇയാളോട് ഞാൻ പറഞ്ഞു, ഏതായാലും ഉൾക്കാഴ്ചയുള്ള ഒരാളാണ് നിങ്ങൾ. 3 മാസം ശേഷം ഞാൻ മരണപ്പെടുമെന്ന് ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്റെ തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് എനിക്കൊരു ബോധ്യമായി. കാരണം പിഴച്ച പ്രസ്ഥാനത്തിൽ നിന്ന് മരണപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടാവുന്നതിനേക്കാൾ നല്ലതല്ലേ മരിക്കുന്നതിന് 3 മാസം മുമ്പെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത്. ഇതറിയിച്ചു തന്നതിന് നിങ്ങൾക്ക് നന്ദി എന്നവരോട് പറഞ്ഞ ഫോണിട്ടേ പോയി. പിന്നെ പിറ്റേന്ന് മുതൽ അപ്പറ വകയിലാണ് അടുത്ത തെറികൾ. കുറെ മർക്കസിൽ നിന്നൊരു കുട്ടി വിളിച്ചു, പൂരം പോലെ തെറി. ഞാൻ അന്വേഷിച്ചു, അയാൾ ബുഖാരി ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ഒരു മുസ്ലിയാരാണത്രേ. നല്ല ഡീറ്റെയിൽ അന്വേഷിച്ചപ്പോ അയാളുടെ അഡ്രസ്സൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചപ്പോ നമ്മുടെ പഠിക്കൽ ഭാഗത്തുള്ളൊരു കുട്ടിയാണ്. ഏതായാലും ഒരു സംസ്കാരം, ഒരു സംഘടനയുടെ സംസ്കാരം, 5 ദിന പ്രഭാഷണവും 10 ദിനവും 7 ദിനങ്ങളൊക്കെ നടത്തുന്ന ഉസ്താദുമാരെന്ന് പറയുന്നവർ പോലും ആദ്യം തെറി വിളിക്കുന്നു. എന്നിട്ട് അവരുടെ ശിഷ്യന്മാർ കൊണ്ട് തെറി വിളിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് ഒരു സംഘടനയുടെ സംസ്കാരമാണത്രേ. ഈ തസ്കിയത്തിനെ എങ്ങനെ നമ്മൾ അളക്കും? കേരള ചരിത്രത്തിൽ നിങ്ങൾക്കൊക്കെ എന്നെ അറിയാം അല്ലേ? ഞാൻ SKSFകാരനായിട്ടാണോ നിങ്ങൾ എന്നെ അറിയുന്നത്? അല്ല, കുഞ്ഞാലിക്കുട്ടി പൈസ പോലും വളരെ മുമ്പ് അറിയാം. എന്തുകൊണ്ട്? ഞാൻ ഉറച്ചൊരു SSFകാരനായിരുന്നു, ഒരു കാന്തപുരം ഭക്തനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ ഭക്തിയിൽ അവിടെ പ്രവർത്തിച്ച കാലത്ത് നിങ്ങൾ എന്നെ എതിർപക്ഷത്ത് കണ്ടതുകൊണ്ടാണ് അറിഞ്ഞത്. പക്ഷേ ഞാനിന്ന് അഭിമാനത്തോടെ നിങ്ങളുടെ ക്വാളിറ്റി അളന്നെടുക്കുന്നു. അന്ന് അത്ര ശക്തമായി പ്രവർത്തിച്ച കാലത്തൊന്നും എനിക്കെതിരെ ഒരു തെറി വർഷം ഉണ്ടായിട്ടില്ല, ഒരു തെറിപ്പൂരവും ഞാൻ കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ SSFകാർക്കെതിരെ, SSFകാരുടെ നേതാക്കൾക്കെതിരെ ഞാൻ ശബ്ദിച്ചപ്പോ, സത്യം പുറത്തു കൊണ്ടുവന്നപ്പോ ഞാനിന്ന് അനുഭവിക്കുന്ന തെറിപ്പൂരങ്ങൾ കേൾക്കുമ്പോ എനിക്ക് 2 സംഘങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഒന്ന്, യഥാർത്ഥ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തിനിടയിലുള്ള സംഘടനയാണ് SKSF എന്നും അതിന്റെ പ്രവർത്തകരെന്നും തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നു. അപ്പുറത്ത് സാക്ഷാൽ തോന്നിവാസങ്ങൾ മാത്രം പ്രവർത്തിച്ചും വിളിച്ചും പരിചയമുള്ളൊരു സംസ്കാരത്തെ ഞാൻ തൊട്ടറിയുന്നു. ഇപ്പൊ പിന്നെ എന്നെക്കുറിച്ച് പറയുന്ന മറ്റൊന്ന്, കേരളത്തിലെ ഏറ്റവും മോശം ആള് ഞാനാണെന്നാണ്. ഇത്രയും കാലമൊക്കെ അവരുടെ ഓൺലൈൻ ക്ലാസ് റൂമിൽ എന്തെങ്കിലും വിവാദ വിഷയം വന്നാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേറ്റീവായിട്ട് മറുപടിയൊക്കെ പറയാൻ ഞാനാണ് അതിൽ വരാറുള്ളത്. അപ്പൊ വരുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് ഒക്കെ കേട്ടാ തോന്നുക നിങ്ങൾ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് എങ്ങാനും വരുന്നതെന്നാ തോന്നുക. അമ്മാതിരി അനൗൺസ്മെന്റ്, നമ്മുടെ മുത്തായ തേനായ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര അനൗൺസ്മെന്റാണ്. ഇപ്പൊ പറയുന്നത് ദുനിയാവിലെ ഏറ്റവും വൃത്തികെട്ട ഞാനാണെന്ന്. എനിക്കെന്താ അതിൽ സംശയമുണ്ടോ? ഞാൻ ഉറപ്പിച്ചു പറയുന്ന ആളാണ്. ഏറ്റവും മോശം ആളാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ജീവിച്ചത് നിങ്ങൾക്കിടയിലാണ്. നിങ്ങളാകുന്ന നിങ്ങളുടെ നേതാക്കളും നിങ്ങളുടെ പ്രസ്ഥാനവും ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സ്ഥാനമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ പോകുന്നത് നന്നാവാനല്ലേ? അപ്പൊ പിന്നെ എനിക്ക് ചീത്ത സ്വഭാവം ഉണ്ടാവില്ലേ? ഞാൻ അവിടെ വന്നത് നന്നാവാനാണ്. അതുകൊണ്ട് ഓർത്ത് സംസാരിച്ചാൽ മതി. വാക്കുകൾ തിരിച്ചടിക്കുന്നത് നിങ്ങളുടെ നെഞ്ചിലേക്കാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് SSFകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാട് മുഴുവൻ നടന്നിട്ട് നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനെന്ന് വെല്ലുവിളിക്കാറില്ലേ? ഇവിടെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങളുണ്ടല്ലോ, അതിന് മറുപടി പറയാൻ നിങ്ങൾ നെഞ്ചുറപ്പ് കാണിക്കുക. സനദിനെ കുറിച്ചുള്ള ചർച്ചകൾ
ഇപ്പൊ പിന്നെ SSFകാർ മുദ്രാവാക്യം മാറ്റിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നെഞ്ചിടിപ്പുണ്ടോ ഹോസ്പിറ്റലിൽ പോകാനാക്കി മാറ്റിയിട്ടുണ്ട്. ആ നിലയിലേക്ക് പരിതപിക്കുന്ന ഒരു സമൂഹമായി SSFകാർ മാറിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോ എവിടെയെങ്കിലും പിന്നിൽ നിന്ന് SSFകാർ വികാരം കൊള്ളുന്നുണ്ടാവും. നിങ്ങൾ ക്ഷുഭിതരാണെന്നറിയാം. കേരളത്തിൽ ഞാൻ ചിലപ്പോ കുറെ സത്യങ്ങൾ തുറന്നു പറയുമ്പോ നിങ്ങളുടെ ക്ഷോഭം കൂടുമെന്ന് പറയാം. ഇങ്ങനെ ക്ഷോഭം കൂടിയ ആളെന്നെയാണ് ഞാനും. പണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ വളരെ ക്ഷുഭിതനായി സംസാരിച്ച ആളാണ് ഞാൻ. പക്ഷേ ഞാൻ അല്പം ചിന്തിച്ചോ എന്റെ വികാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ വിചാരപ്പെട്ടപ്പോ എനിക്ക് സത്യം തിരിച്ചറിയാൻ സാധിച്ചു. അതുപോലെ നിങ്ങളും എന്നോളമയാൽ നിങ്ങൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കും ഈ സത്യം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ചില വേദികളിൽ നിന്ന് SKSSFന്റെ പ്രവർത്തകരും നേതാക്കളും വെല്ലുവിളിച്ചപ്പോ അന്ന് ആ വേദിയിലേക്ക് നടന്നുപോയിട്ട് വെള്ളപ്പേപ്പർ എടുത്തുകൊടുത്ത് സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്ത ആളാണ് ഞാൻ. ആ തന്റെ ഇടം എനിക്കന്നുണ്ടായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന സത്യമാണെന്ന് ബോധ്യമെന്നുണ്ടായതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അല്ലെങ്കിൽ എന്നെ അങ്ങനെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഞാൻ പോകുന്നതിന് ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഇല്ലേ? ഉണ്ടെങ്കിൽ വരൂ. ഞാനിവിടെ പറയാൻ പോകുന്നൊരു പുതിയ കാര്യമുണ്ട്. അത് തെളിയിക്കാൻ ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇവിടേക്ക് ഒരു SSFകാരൻ, ഏതെങ്കിലും ഒരു SSFകാരൻ ഈ പറഞ്ഞ നെഞ്ചുറപ്പോ നെഞ്ചൂക്കോ നെഞ്ചിടിപ്പോ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വരാം. ഇവിടെ സംവാദങ്ങളും ഖണ്ഡനങ്ങളും നടത്തിയ പൂർവ്വപാരമ്പര്യം മുതൽ ഇങ്ങോട്ട് സമസ്തക്ക് ശക്തമായ പിന്തുണ നൽകിയ ഫൈസൽ ഉസ്താദിന്റെ ആവശ്യം ഈ വിഷയത്തിലില്ല. അതുപോലെയുള്ള പണ്ഡിതന്മാർ വേണ്ട. കേരളത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഷാറ് മുബാറക് എന്ന പേരിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ അടിസ്ഥാനപരമായി എത്ര മണിക്കൂർ നിന്നും നിങ്ങൾ പറയുന്നത് മുഴുവൻ വ്യാജമാണെന്ന് തെളിയിക്കാൻ തെളിവുകളോടെ എനിക്ക് സാധിക്കും. സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്റെ മുന്നിൽ വന്നാൽ ഞാൻ തെളിയിച്ചു കൊടുക്കും. നേരത്തെ കുഞ്ഞാലംകുട്ടി പൈസ പറഞ്ഞില്ലേ? കുഞ്ഞാലംകുട്ടി പൈസ പറഞ്ഞു. പകരാശൻ എന്താ പറഞ്ഞത്? എല്ലാ വർഷവും ആണ്ട് നടക്കുന്നു ബോംബെയിൽ നിന്ന്. ആര് നിങ്ങളോട് പറഞ്ഞു? 3 വർഷം നിരന്തരം ബന്ധമുള്ളതാണെന്ന് ഞാൻ. അവിടെ ആഴ്ചയിൽ മുഹൂരിശങ്ങളൊരു റാത്തീബ് നടക്കാറുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന ആണ്ടൊന്നും അവിടെ നടക്കാറില്ല. കാന്തപുരം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ജാലിയൻവാലയെ നേരിട്ടത്. നിഷേധിക്കാൻ കാന്തപുരത്തിന് കഴിയോ? കാന്തപുരം നിഷേധിച്ചാലും ജാലിയൻവാല നിഷേധിക്കില്ല. അതിന് സാക്ഷിയാണ് ഞാൻ. അല്ലെങ്കിൽ എന്റെ കൈയുള്ള രേഖകൾ സാക്ഷിയാണ്. ഞാൻ എണ്ണിത്തരാലോ. കാന്തപുരം 1 പ്രാവശ്യം, കാന്തപുരത്തിന്റെ മകൻ 2 പ്രാവശ്യം ബോംബെയിൽ നിന്നും 1 പ്രാവശ്യം മർക്കസിൽ നിന്നും, കാന്തപുരത്തിന്റെ മകളുടെ ഭർത്താവ് C മുഹമ്മദ് ഫൈസി മർക്കസിൽ നിന്ന് 1 പ്രാവശ്യം. ആകെ ഇത്ര ആളുകളെ കണ്ടത്. പൊന്മുള പിന്നെ റോങ് ആയതുകൊണ്ട് തീരെ കണ്ടിട്ടില്ല. പേരോട് പിന്നെ കാണാനും ശ്രമിച്ചിട്ടില്ല. പേരോട് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇയാളെ. എന്നിട്ടാ മൂപ്പര് കോഴിക്കോട്ട് വന്ന് പ്രസംഗത്തിൽ വെല്ലുവിളിയാണ്. എന്ത് വെല്ലുവിളി നിങ്ങൾ നടത്തുന്നു? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്നത് യഥാർത്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യുകയും നിങ്ങൾക്കെതിരെ അതിനു മുമ്പ് SKSSF അടക്കം കേസ് ഫയൽ ചെയ്യുകയും ചെയ്തപ്പോ എവിടെ പോയി നിങ്ങളുടെ നെഞ്ചൂക്ക്? ഒരു ആൺകുട്ടി, ഒരു ആൺതരി ഉണ്ടായില്ലല്ലോ നിങ്ങളുടെ കൂട്ടത്തിന്. ആരാ ഉണ്ടായത്? കേരള ഹൈക്കോടതിയിലെ ഫയലുകൾ പോയി പരിശോധിക്കൂ. ഒരു കുട്ടി പോലും ഏൽപ്പിക്കാരും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് സങ്കടമായി. പാവം മനുഷ്യനല്ലേ, കുറെ പ്രായമല്ലേ. ഇങ്ങനെ എല്ലാവരും കൂടി ഒരു ഭാഗത്തുനിന്ന് കേസ് കൊടുത്താൽ എങ്ങനെ ശരിയാവുക? അപ്പൊ ഞാൻ പോയിട്ട് കാന്തപുരത്തന്നെ മൂലായി കക്ഷി ചേർന്നു. കേരള ഹൈക്കോടതിയിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ്. 2 വ്യക്തികളുണ്ട്, അതിലൊരു വ്യക്തിയാണ്. അത് ഞാൻ തന്നെയാണ് കൊടുപ്പിച്ചത്. ഞാൻ പിൻവലിയുമ്പോ അതും പിൻവലിയും. ഞാൻ മാത്രമാണുള്ളത്. ഇനിയിപ്പോ പേരോട്ടിതുകൊണ്ട് എന്നെ പിൻവലിപ്പിക്കണം. അത് നടക്കൂല്ല ഉസ്താദേ. പിൻവലിക്കാൻ ഞാൻ അനുവദിക്കൂല, നിങ്ങൾ നടത്താൻ അനുവദിക്കൂല. എനിക്ക് കാന്തപുരം പിൻവലിച്ചില്ല കേസ്. ഞാൻ വിടൂല, ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞെന്താ? റെസീറ്റ് അടിച്ചിട്ടില്ല, പിരിവാർത്തിയില്ല എന്നല്ലേ? ഒരു റെസീറ്റിന്റെ കുറ്റിയെന്ന് എന്റെ കയ്യിലുണ്ട്. ഒന്നല്ല, കേരള ഹൈക്കോടതിയിൽ ഞാനത് ഹാജരാക്കും ഇൻഷാ അല്ലാഹ്. ഞാനേ 26 കൊല്ലം വളരെ ചെറിയ പ്രായം മുതൽ മർക്കസിൽ ആർട്സ് കോളേജിലെ പഠനം മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. ലഭിച്ചതൊക്കെ ഓരോന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബർക്കത്തിനല്ല, ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കിട്ടിയ ഒരുപാട് തിരശേഷിപ്പുകൾ എന്റെ കയ്യിലുണ്ട്. ഈ ഓരോ ശേഷിപ്പുകളും വെച്ച് ആ തിരുമുഖത്തേക്ക് ഞാനെന്നത് വാരി വലിച്ചെറിഞ്ഞാൽ ഈ കേരള ജനതയുടെ മുന്നിൽ നിങ്ങൾക്കിനി നിവർന്നു നടക്കാൻ സാധിക്കില്ല. കാന്തപുരം അത് മനസ്സിലാക്കണം. അതവുകേടുകൊണ്ടൊന്നല്ലോ ഞാൻ കാന്തപുരം വിളിച്ചത്. എന്നെ ഈ സംഘടന പഠിപ്പിച്ചത് കാന്തപുരം എന്ന് വിളിക്കാനാണ്.
കാന്തപുരത്തിന്റെ കേരളയാത്ര എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര എന്നാക്കി നോക്കി. ആ സമയത്ത് കുറ്റിപ്പുറത്ത് നിന്ന് സുലൈമാൻ മാളിയക്കൽ പറഞ്ഞു കാന്തപുരത്തിന്റെ കേരളയാത്ര. ആ സുലൈമാൻ അങ്ങനെ പറഞ്ഞു. ഈ സുലൈമാൻ മുസ്ലിയാർ എന്ത് ചെയ്തു? തിരുത്തി. ഈ സുലൈമാൻ മുസ്ലിയാർ കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞു. വീണ്ടും പ്രായം കൂടുതൽ സുലൈമാൻ മുസ്ലിയാർക്കാണെങ്കിലും പക്വത കൂടുതൽ സുലൈമാനാണല്ലോ. മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഉടനെ വീണ്ടും തിരുത്തി കാന്തപുരത്തിന്റെ കേരളയാത്ര. അങ്ങനെ തിരുത്തി കൊടുത്തു. അപ്പൊ ഇതിനെതിരെ ശക്തമായി ചർച്ചകൾ വന്നപ്പോ പേരോട് ഞാനിതിൽ ശക്തമായി പ്രവർത്തകർക്കിടയിൽ ചർച്ചയാക്കുകയും നേതാക്കൾക്കിടയിലും ക്യാമ്പുകളിലൊക്കെ ചർച്ചയാക്കിയപ്പോ പേരോട് ഇടപെട്ടു. എല്ലാറ്റിനും മറുപടി വരാൻ വരുന്ന ആളാണല്ലോ. ഉടനെ ഒരു ക്യാമ്പിൽ വെച്ച് പ്രവർത്തകരൊക്കെ കേൾക്കെ പറഞ്ഞു, ഖുർആനിലുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുണ്ടല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാന്തപുരത്തെ കൊണ്ട് വെക്കാനുള്ള ഉദാഹരണമാണ്. ആ പറഞ്ഞതിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് അതുപോലെ കാന്തപുരസ്ഥാന്റെ കേരളയാത്ര എന്ന് പറയണമെന്നില്ല, കാന്തപുരം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇമ്മാതിരി വീട്ടിത്തങ്ങൾ പറയുമ്പോ എത്ര പ്രായം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, ഏത് കുട്ടിക്കും അത് മനസ്സിലാവും. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അല്ല ഉസ്താദ് അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിന്ന് ചേർത്തിട്ടില്ല, എന്നാൽ ഖമറുൽ ചേർത്തിക്കൂടെ എന്ന് വെച്ചു. പേരോട് അവിടെ തീർന്നു, ഫ്ലാറ്റായി. അപ്പൊ മുപ്പത് ആ ഇൽമിന്റെ ഭാണ്ഡം അഴിഞ്ഞു വീണതിലുള്ള വിരോധം കൊണ്ട് എനിക്കെതിരെ രംഗത്ത് വന്നു. ജിഷാനോട് ആ ഒരു ഓഡിയോ 4.5 മണിക്കൂർ സംസാരിച്ചപ്പോ അതിൽ പേര് പറയുന്നുണ്ട്, സംഘടനയ്ക്കെതിരെ ഇവൻ ആദ്യമായി രംഗത്ത് വന്നത് ഈ ഒരു വിഷയത്തിലാണ്. രണ്ടാമതും ഇതേ പ്രശ്നമാണ്. ഒന്നാമത്തത് ഇതായിരുന്നു ഇത്രേ എന്റെ പേരിലുള്ള ചാർജ് ഷീറ്റ്. അപ്പൊ ഞാൻ പേരോടിന് നന്ദി അറിയിക്കുകയാണ്, കാരണം എന്നെ കാന്തപുരം എന്ന് വിളിക്കാൻ പഠിപ്പിച്ചതിന്. അന്നെങ്ങനെ അത് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത്ര സുഖമായിട്ട് വിളിക്കാൻ കഴിയുമായിരുന്നോ? നാവ് വാങ്ങോ? വിജയത്തിൽ ഉസ്താദ് വിളിച്ചു പോവില്ലേ? പക്ഷേ എന്നെക്കാളേറെ തിരിച്ചറിഞ്ഞ ആൾ പേരോടാണെന്ന് പേരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പേരോടും നമ്മളെയും തിരിച്ചറിഞ്ഞിട്ട് അവർ പറയാണ്, നിങ്ങൾ ഈ മനുഷ്യനെ ശംസുൽ ഉലമ എന്നൊക്കെ വിളിക്കുന്നത് പോലെ റഈസുൽ മുഹഖിഖീൻ എന്ന് വിളിച്ചതുപോലെ അത്തരം പ്രയോഗങ്ങളൊന്നും ഈ മനുഷ്യന് നേരെ നിങ്ങൾ ചൊരിയരുത്, കാന്തപുരം എന്ന് പറഞ്ഞാൽ മതി. ആദ്യം അങ്ങനെ പേരിൽ എത്ര ആളുകൾ അറിയപ്പെടുന്നുണ്ട്, അതുപോലുള്ള ഒരാളെ. ഇങ്ങനെ ഈ കാന്തപുരത്തിന്റെ ഈ മർക്കസുമായി ബന്ധപ്പെട്ടും മർക്കസ് സൂക്ഷിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ. അങ്ങനെ ബോംബെയിലേക്ക് പോയ സമയത്ത് ഞാൻ ജാലിയൻവാലയോട് ചോദിച്ചു, ഈ പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ സനത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ ഈ ഷെയ്ഖ് അബൂബക്കറിന്റെ കയ്യിൽ നിങ്ങളുടെ സനതുണ്ടല്ലോ എന്ന് പറഞ്ഞ് സനത് കണ്ടെടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് അറിയില്ല, അങ്ങനെ സാധനം കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ പിതാമഹന്മാരിലൂടെ പിതാക്കളിലൂടെയാണ് കിട്ടിയതെന്നും പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സനദിൽ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു ചെല്ലണ്ട, അത് ബോംബെയിലുള്ള ഒരാളാണ്, അങ്ങൊരു പേര് കാണുന്നുണ്ടല്ലോ, എന്ന് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുझे मालूम नहीं, എനിക്ക് അയാൾ അറിയുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു സാധനത്തിന് അറിയില്ല. ആരാ പറയുന്നത്? ഇയാളെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്റെ വാപ്പ മുഖേനയാണ്, നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ആകെ ഞാൻ തന്നെ അന്താളിച്ചു പോയി, എന്താ ഇപ്പൊ പറയപ്പെട്ടതിനേക്കാൾ വേറെ വലിയ പ്രശ്നങ്ങളാണ്. ഉടനെ ഞാൻ ഇത് കാന്തപുരത്തിന്റെ കയ്യിലേക്ക് കൊടുത്ത ഒരാളുണ്ടല്ലോ, ആരിഫ് ബറക്കാത്തി. എന്താ കാന്തപുരം പറഞ്ഞത്? ബോംബെയിലെ മർഹറ ഷെരീഫിലെ കുത്തുബുദ്ദീൻ ഫിർദൌസി. ബോംബെയിൽ ഒരു കുത്തുബുദ്ദീൻ ഫിർദൌസി ഇല്ല. അവിടെ ഞാൻ കുറെ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുത്തുബുദ്ദീൻ ഫിർദൌസി ഇല്ല. കുത്തുബുദ്ദീൻ ബാവ എന്ന് പറഞ്ഞ ഒരാൾ അവിടെയുണ്ട്. അദ്ദേഹത്തെ അല്ല കാന്തപുരം ഉദ്ദേശിച്ചത്, അയാൾ മർക്കസിൽ വന്നിട്ടുണ്ട്. മർഹറ ഷെരീഫിലെ കുത്തുബുദ്ദീൻ ഫിർദൌസി വഴി മൂത്രതിന്റെ ഇടയിലൊക്കെ ഓരോ ഫുൾസ്പ്പെടും. ആ വഴിയിലുള്ള സയ്യിദന്മാരിലൂടെ നമുക്ക് കിട്ടിയതാണ് ഷറഫ് മുബാറക് എന്ന് മൂപ്പര് പറഞ്ഞു. ബറക്കാത്തി സയ്യിദന്മാരിലൂടെ കിട്ടിയതാണ്. ഇത് കേട്ട ആളുകൾ വിചാരിക്കും ഇത് മൊത്തം കൊണ്ട് കൂട്ടി വായിച്ചാൽ മൂപ്പര് പറഞ്ഞത് വളരെ കൃത്യം. മൂപ്പര് കുറെ ഫുൾ സ്റ്റോപ്പൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടൊക്കെ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പറയാം, അമേരിക്കയിൽ നിന്ന് വലിയ ഭാണ്ഡങ്ങളും കയറ്റിവെച്ചൊരു ഫ്ലൈറ്റിൽ ഒരുപാട് സാധനങ്ങളുമായി ലണ്ടനിൽ വന്നു. ലണ്ടനിൽ വന്ന ഫ്ലൈറ്റ് കോഴിക്കോട് വന്നിറങ്ങി. കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഫറൂഖിൽ നിന്ന് ട്രെയിനിൽ ഞാൻ വന്ന് അതിലൂടെ പോയി എന്ന് പറഞ്ഞ പോലെ മാത്രമേ ഇതുള്ളൂ. ഞാൻ ലണ്ടനുമായിട്ടൊരു ബന്ധമില്ല. ഫ്ലൈറ്റ് വന്നിട്ടുണ്ടാവും, അതിലേ പോയിട്ടുണ്ടാവും. ഇതാ കാന്തപുരം പറഞ്ഞത്. ഞാൻ അങ്ങനെ അന്വേഷിച്ചു, ഈ പറയപ്പെട്ട വ്യക്തി സയ്യിദാണോ ബറക്കാത്തി? അയാൾ സയ്യിദല്ലേ? അയാൾ നമ്മളെ പോലുള്ള ഒരു നാടൻ പറ്റ സാധാരണക്കാരൻ. അയാൾ സയ്യിദല്ല എന്ന് മനസ്സിലായി. പിന്നെ അയാൾ ബറക്കാത്തി എന്ന് പറഞ്ഞത്. ബറക്കാത്തി എന്നൊരു പേര് കേൾക്കുമ്പോഴേക്ക് സയ്യിദ് എന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഉസ്താദിനൊക്കെ അറിയാം,
നമ്മുടെ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി നേതാവായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുണ്ട്. അയാളെ പേരിട്ട് എന്നാ പിന്നെ എന്ത് കാന്തപുരം പറയും? അത് ത്വരീഖത്തിന് ഷെയ്ഖാന്ന് പറയൂലേ? ഈ കോലത്തിലാണെങ്കിൽ പറയില്ലേ? വെറുതെ പറയാണ്. ഇയാളെക്കുറിച്ച് കുറെ കളവുകൾ ഒന്നിച്ചുകൂട്ടി പറയാണ്. ഇപ്പൊ ഞാൻ നേരെ ബറക്കാത്തി ഷെയ്ഖാരിലെ ഈ മഹാനെ കണ്ടു, സാധാ ബറക്കാത്തിയ. അയാളുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അയാൾ സത്യാവസ്ഥ എനിക്ക് പറഞ്ഞു തന്നു. അയാൾ പറഞ്ഞു, കാന്തപുരം എന്നോട് സനത് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. ഞാൻ ജാലിയവാലയോട് സനത് ആവശ്യപ്പെട്ടു. 2 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ജാലിയവാലിന്റെ കയ്യിൽ സനത് വേണ്ടേ? സാധു പറഞ്ഞു, എന്റെ കയ്യിൽ സനതില്ല. 2 അല്ല എത്ര ലക്ഷം തന്നിട്ടും കാര്യമില്ല. ഇനിയും കാന്തപുരം ഓഫർ കൂട്ടി 5 ലക്ഷം. 5 ലക്ഷത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ സനതില്ല. പേരോടിനോടാ പറഞ്ഞെങ്കിൽ പേരോട് ഉറപ്പ് പറയും, ഇത് അവിടെ വെച്ചോളൂ, ബാക്കി നമ്മൾ തരാം. നിങ്ങൾ കണ്ടില്ലേ ക്ലിപ്പില്? ഇതിവിടെ അങ്ങനെ പറയായിരുന്നു. പക്ഷെ ആ മനുഷ്യന് അത് അറിയാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് അറിയില്ല, എന്റെ കയ്യിൽ സനദില്ല, അതുകൊണ്ട് ഞാൻ സനത് തരില്ല. ഇത് പറഞ്ഞപ്പോ വീണ്ടും കാന്തപുരത്തിന് മെസ്സേജ് കൊടുത്തു. അപ്പൊ കാന്തപുരം പുതിയൊരു തന്ത്രം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം തന്ത്രശാലിയാണ്, അത് സമ്മതിക്കേണ്ട കാര്യമാണ്. കുതന്ത്രങ്ങളായിരിക്കും മാത്രം. ആ കാന്തപുരം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ബോംബെയിൽ എവിടെയെങ്കിലും ഷാർ മുബാറക്ക് സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സനതൊന്ന് വാങ്ങി പറഞ്ഞു ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി. ആരിഫ് ബറക്കാത്തി അന്വേഷിച്ചു നടന്നു. അപ്പോ ഗുലാം അബ്ദുൽ ഖാദർ ജിലാനിയെ കിട്ടി. അയാളോട് എന്തൊക്കെയോ കാരണം പറഞ്ഞ് സനത് വാങ്ങിച്ചു, ഇവിടെ കൊടുത്തയച്ചു. സനത് ഇവിടെ കൊണ്ടുവന്നപ്പോ ഇവിടെ ഇരുന്ന് നമ്മൾ ബോംബെയിൽ നിന്ന് സാധാരണ വണ്ടിയൊക്കെ എടുത്താൽ എന്താ ചെയ്യാ? ഇവിടെ കൊണ്ടുവന്ന് റീ രജിസ്ട്രേഷൻ നടത്തി വണ്ടിന്റെ ചേസൊക്കെ ഒന്ന് നന്നാക്കിയെടുത്ത് നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉഷാറാക്കി ഒരു മൊഞ്ചാക്കിയിട്ട് ഇറക്കുകയല്ലേ ചെയ്യുക. അതുപോലെ നേരെ കൊണ്ടുവന്ന് വണ്ടി വർക്ക്ഷോപ്പിൽ ഇറക്കി മലയമ്മ സക്കാഫിക്കും അതുപോലെ സ്വാലി സക്കാഫിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതായിരിക്കാം അവർ നിർമ്മിച്ചു എന്ന് പറയുന്ന അവണി. അവർക്കും ഇതിന്റെ എവിടുന്ന് എങ്ങനെ വരുന്നു എന്ന് അവർക്കും തിരിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അത് നിർമ്മിച്ചിട്ട് അതാണ് സനതായി ഉപയോഗിച്ചത്. ഉടനെ ഞാൻ എന്നാ പിന്നെ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയെ കാണണം, അതിനുവേണ്ടി ഇയാളെ പിടിച്ച് കുറച്ച് പറച്ചവനൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നേരെ പോയി. അങ്ങനെ ഇയാളുടെ സഹായത്തോടെ തന്നെ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയെയും കണ്ടെത്തി. ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയോട് ചോദിച്ചപ്പോ കൃത്യമാണ്, മേലത്തെ മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല ദോറാജി എന്ന് പറഞ്ഞ അയാളുടെ പേര് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഈ മനുഷ്യന്റെ സനതാണ്. ഇതാണ് ഇവിടെ പറയപ്പെടുന്ന സനത്. ഇനി കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എടുത്ത് കൂട്ടാൻ തുടങ്ങിക്കോളൂ. ഞാൻ ഒരു കണക്ക് പറഞ്ഞുതരാം, ഉപകാരപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത SSFകാർക്ക് ഉപകാരപ്പെടും. ഇന്ന് ജാലിയവാലക്ക് 70 വയസ്സ്. ഇന്ന് 70 വയസ്സുള്ള ജാലിയവാലക്ക് 40 വർഷം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി ഷാർ മുബാറക്ക് കൊടുത്തു. ഒന്നുകൂടി പറയാം, കണക്കാതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇന്ന് 70 വയസ്സുള്ള ജാലിയവാലക്ക് 40 വർഷം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി. ഇപ്പൊ കണക്ക് തിരിഞ്ഞല്ലേ? ഇതാണ് സനദിന്റെ കോലം. ഇനിയിപ്പോ അങ്ങോട്ട് വേറെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് പൺ ഫൈസി ഉസ്താദ് ഇവിടുന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു, തലക്കടത്ത് ഒരു മുഖാമുഖത്തിൽ വെച്ചൊരു വാക്ക് പറഞ്ഞിരുന്നു, ബാക്ക് ഫയൽ പരിശോധിക്കണം. ബാക്ക് ഫയൽ പരിശോധിച്ച പ്രശ്നം തീരുവേ. ഇതുപോലത്തെ പല രേഖകളുണ്ടാക്കിയ കഥകൾ കുവൈറ്റ് കരാറിൽ അന്ന് ആ കരാറിൽ ഒരു ടൈപ്പ് ചെയ്ത സാധനം ഉണ്ടാവുക, അതിന്റെ സൈഡിലൊക്കെ മുമ്പ് ഒരു കിതാബിൽ എഴുതിയ പോലെ ടിപ്പണി എടുത്തിട്ട് കൊണ്ടുവന്നത്, ഇതാണ് കരാർ. അങ്ങനെ എഴുതി കൊണ്ടുവന്ന ഒരുപാട് കൃത്രിമങ്ങൾ ഉണ്ടാക്കിയ പാരമ്പര്യമുള്ള മനുഷ്യൻ, അയാൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സനത് വെച്ചിട്ട് ഞാൻ ചോദിക്കും SSFകാരോട്, നമുക്ക് ഈ സനത് പരിശോധിച്ചൂടെ? ഒന്നും വേണ്ട, തന്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാവുക. ഇല്ലേ, നിങ്ങൾ രക്ഷപ്പെടുക ഒറ്റപ്പെടുന്നതിന് മുമ്പ്. അത് മാത്രമാണ് പോംവഴി, അല്ലാതെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് വ്യാജങ്ങൾ കെട്ടിച്ചമച്ചിട്ട് ഈ വ്യാജവും കൊണ്ട് നിങ്ങൾ എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് SSFകാരൻ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കാന്തപുരത്തെ വിളിക്കുക, അല്ലെങ്കിൽ പേരോടിനെ പൊന്മളെ വിളിക്കണ്ട. അതിൽ വിശ്വാസമില്ല അയാൾക്ക്, തീരെയില്ല. പേരോടിനില്ല, കുറച്ച് പുറത്തിങ്ങനെ അഭിനയിക്കാറുണ്ട്. പിന്നെപ്പിട്ട് കാന്തപുരത്തോടോ പേരോടിനോടോ ചോദിക്കുക, ഈ സനദിലെ 2ാമത്തെ ആളായ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയെ നിങ്ങൾ കാണിച്ചു തന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ആ 2ാമത്തെ ആളുടെ ചരിത്രം എന്ന് പറഞ്ഞുതരാം, അത്ര മതി. ഈ ഗുലാം അബ്ദുൽ ഖാദറിന്റെ മക്ബറ എവിടെയാന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അയാൾ എന്ത് ജീവിച്ചിരിപ്പുള്ള, എന്തായാലും ചുരുങ്ങിയത് ഒരു 40 വയസ്സിന്റെ മേലെ വേണം അയാൾക്ക്.
40 കൊല്ലം മുമ്പ് കൊടുക്കണം, അങ്ങനെ വേണമല്ലോ. ഏറ്റവും ചുരുങ്ങി പ്രസവിച്ച പാടെ കൊടുത്താണോ കുട്ടികളൂ, എന്തായാലും 40 വയസ്സും ഒരു ദിവസമെങ്കിലും വേണം. അപ്പൊ അങ്ങനെ അത്ര പ്രായമുള്ള ഒരു ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയെ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ ബാക്കി ഞാൻ കാണിച്ചു തന്നോളൂ നിങ്ങൾക്ക് ആരാണെന്നുള്ളത്. നിങ്ങൾ പോയാൽ ആദ്യം നിങ്ങൾ ആട്ടി ഓടിക്കുന്നത് ജാലിയവാലയായിരിക്കും. ജാലിയവാല നിങ്ങളോട് ഭയങ്കര ഇഷ്ടത്തിലാണ് നിങ്ങളുടെ ധാരണ. ഒരു ഇഷ്ടമില്ല നിങ്ങളോട്. നിങ്ങളെ കിട്ടിയാൽ അരച്ചു കുടിക്കുകയാണ്, അത്രത്തോളം ദേഷ്യമുണ്ട്. അയാൾ പറയുന്നത് തന്നെ എന്നെ വെച്ച് പണമുണ്ടാക്കുകയാണെന്ന് അയാൾ ഇപ്പവും പറയുന്നത്. ഇപ്പൊ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. അപ്പൊ അതുകൊണ്ട് SSFകാരൻ പോയി നേതാക്കളോട് ചോദിച്ചു, നിങ്ങൾ വേറൊന്നും കേൾക്കണ്ട, ഇതുവരെ SKSFകാർ പറയുന്നതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്കൊരു വിരോധം ഉണ്ടാവും. ഞാൻ SKSFകാരനായത് ഒരാഴ്ച മുമ്പല്ലേ. ഇതിനു മുമ്പ് ഞാൻ കണ്ട സത്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ സത്യം മാത്രം വെച്ച് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ SSF പ്രവർത്തിക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയാണ്? ദുനിയാവിന് വേണ്ടിയല്ലല്ലോ, ആഖിറത്തിന് വേണ്ടിയല്ലേ. ആഖിറം നഷ്ടപ്പെടുത്തിയിട്ട് ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് SSFകാർ ഓരോരുത്തർ ചിന്തിക്കുക, എന്നിട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുക. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ ഗതികേട് ഓർത്തു നോക്കണം. എന്ത് ചോദിച്ചാലും പറയും ഉസ്താദിന്റെ കുരുത്തക്കേടാ. ഞാൻ ഇന്നലെ വണ്ടി വരുമ്പോൾ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, മോനെ ശ്രദ്ധിച്ച് മെല്ലെ പോയാൽ മതി, ഒരു 20 25 ഒരു പേഴ്സ് നഷ്ടപ്പെട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും വന്നാലത്. ആ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു മെല്ലെ ഓടിച്ചാൽ മതി, എവിടെയെങ്കിലും ഏതെങ്കിലും വണ്ടി വന്ന് ചാരിയിട്ടുണ്ടെങ്കിൽ ഉസ്താദിന്റെ കുരുത്തക്കേട് എന്ന് പറയും. ആ ഒരു അവസ്ഥയുള്ളത് നിങ്ങൾക്ക്. ഉസ്താദിന്റെ കുരുത്തക്കേടൊന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങളുടെ പ്രസ്ഥാനം ഇത് തബറുക്കിന്റെ കാര്യമാണ്. ഞാൻ SKSFന്റെ നയത്തോട് കൂടുതൽ യോജിക്കാറില്ല. വെറും ഷെയർ മുബാറക്ക് വിഷയം പിന്നെ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വ്യാജ കേസാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സാധാരണ സംസാരിക്കാറുള്ളത്. എനിക്ക് പൂർണ്ണമായും അങ്ങനെ പറയുന്നതിനോട് യോജിപ്പൊന്നുമില്ല, തുറന്നു പറയാല്ലേ വേദിയിൽ. എന്റെ അഭിപ്രായത്തിൽ ആ പ്രസ്ഥാനം മുഴുവൻ വ്യാജാണെന്നാണ്. ചെറിയൊരു പാർട്ടല്ല, ആ പ്രസ്ഥാനം മുഴുവനും വ്യാജാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. എത്ര വേണം നിങ്ങൾ? ഒരു വലിയ ഫൈസൽ ഉസ്താദ് എഴുതിയതുപോലെ മുഹീദ്ദീൻ വ്യാഖ്യാനം എഴുതിയേ, അത്ര വലിയ പുസ്തകം എഴുതിയാൽ പോലും തീരാത്തത്രയും കഥകൾ നിങ്ങളുടെ പേരിലും നിങ്ങൾ നേതാക്കളുടെ പേരിലും കാണിക്കഴിയും. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ പറയും നിങ്ങൾ 25,000 മദ്രസുള്ള ആളുകളാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, 25,000 മദ്രസുള്ള ആളുകൾക്ക് എങ്ങനെ 2000 പള്ളിയായിപ്പോയത്? ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ പകുതിയെങ്കിലും വേണ്ടേ? കളവിന്റെ രൂപമാണ്. ഈ പള്ളിയെക്കുറിച്ച് ഞാൻ പൊതുവെ ഡോക്യുമെന്ററികളും അതൊക്കെ നിർമ്മിക്കുന്നത് ഒരു പ്രാസ്ഥാനിക ആവശ്യങ്ങൾക്ക് ചെയ്യുന്ന ആളാണ്. ആ നിലയിൽ ഞാൻ ഇത്രയും വലിയ മഹാനായതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഞാൻ തീരുമാനിച്ചു. ഏതായാലും പഴയകാല ആലിമീകളെക്കാളൊക്കെ അധികം പള്ളി ഉണ്ടാക്കി 2000 പള്ളി ഉണ്ടാക്കിയ ഒരാളെ പഠിക്കണമല്ലോ, അത് മാത്രം. അങ്ങനെ ആ പള്ളിയെക്കുറിച്ചുള്ളൊരു പഠനത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോ 2000 പള്ളി എന്ന് പറഞ്ഞ് എങ്ങനെയും കണക്കൂട്ടിയിട്ട് കിട്ടുന്നില്ല. അവസാനം ഞാനത് ദിർഹംസിൽ കൂട്ടി നോക്കി, എന്നാൽ കുറച്ച് 2000 തോന്നുന്നത്, രക്ഷയില്ല. അവസാനം ഡോളറിൽ കൂട്ടേണ്ടി വന്നു. അപ്പോഴാണ് ഏകദേശം ഒരു 2000ന്റെ അടുത്തേക്ക് കണക്കായി കിട്ടിയത്. വെറുതെ എങ്ങനെയാ, എന്തോ ആവശ്യമില്ലാതെ. ആ പള്ളികളെ കഥ പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കഥയുണ്ട്. പള്ളികള് എന്താ പറയാ, ഉസ്താദ് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഇരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് SSFകാരൻ ഇരുന്ന് പേപ്പർ എടുത്തിട്ട് കണക്കൂട്ടാൻ തുടങ്ങും. ആരെ പോലെ നമ്മളെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങൾ കൂട്ടുന്നത് പോലെ പേരെടുത്തിട്ട് ഉസ്താദ് ഉണ്ടാക്കിയ ഒരു പള്ളി. ആ പള്ളിയിൽ നിന്ന് 5 ആളുകൾ നിസ്കരിച്ചു ഒരു വക്ത്, രണ്ടാമത്തെ വക്ത് 5 ആളുകൾ. അങ്ങനെ കൂട്ടിയിട്ട് ടോട്ടൽ 2000 പള്ളിയിൽ നിന്ന് ഉസ്താദിന് ഒറ്റ ദിവസം മാറും 25,000 വക്ത് നിസ്കരിച്ച കൂലി ഉസ്താദിന് കൂട്ടും. ഞാൻ വേറൊരു കാരണം കൂടി ആ സമയത്ത് പറയാറുണ്ട്. 2000 പള്ളിയെ മൂപ്പരുണ്ടാക്കിയിട്ടുള്ളൂ. അതിനേക്കാൾ അധികം മൂപ്പരുണ്ടാക്കിയ വേറൊരു സാധനം സക്കാഫിമാര് 9000-ത്തിനടുത്ത് സക്കാഫിമാരുണ്ട്. അതിനൊരു 5000 സക്കാഫിമാരെ കൂട്ടിക്കോളി. ആ 5000 സക്കാഫിമാരുണ്ടാക്കുന്ന ചില കാര്യങ്ങളും ഇതേപോലെ കൂട്ടുക. അപ്പൊ കൂലിയാണോ കിട്ടുക? പെരുങ്കൂലി കിട്ടൂല്ലേ? ഇമാതിരി കണക്കൊന്നും കൂട്ടി ആളുകളെ വെറുതെ പറ്റിക്കരുത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോഴിക്കോട് ആണ് ഞാൻ കൂടുതലുണ്ടാവുന്ന പ്രവർത്തന കേന്ദ്രമൊക്കെ. അപ്പൊ അവിടുത്തെ മർക്കസിന്റെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ സ്കൂളിലെ ചില രക്ഷിതാക്കൾ എന്റെ അടുത്ത് വരികയും എന്നോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്,
അതിന് പരിഹരിക്കാൻ ആവശ്യമായി ഞങ്ങൾ പലതും ചെയ്തു, പരിഹാരങ്ങൾ ഉണ്ടായില്ല. കാന്തപുരത്ത് കണ്ടു, കാന്തപുരം പരിഹരിച്ചു തന്നില്ല. ഇനി പൊതുസമൂഹം അത് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവരുടെ ഒരു നോട്ടീസ് തന്നു, ചില സംഭാഷണങ്ങൾ നടത്തി, ചില വീഡിയോസ് തന്നു, ചില ഫോട്ടോസ് തന്നു. അതിലൊന്ന് മാത്രം ഞാനിപ്പോൾ കയ്യിലെടുക്കാം. ഇത് മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിലെ രക്ഷിതാക്കൾ പ്രക്ഷോഭത്തിലേക്ക് എന്നുള്ള നോട്ടീസാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ അംഗങ്ങളെ അറിയിക്കുന്നതിലേക്കാണ് ഈ നോട്ടീസ്. ഏതായാലും നമ്മുടെ കുട്ടികൾ ഏതായാലും നിങ്ങളുടെ കുട്ടികളാണല്ലോ, അവരെ വിഷമങ്ങൾ നമുക്ക് കേൾക്കാം. ഒന്ന് മാത്രം വയ്ക്കാം. ഒന്ന്, നിർത്തലാക്കിയ ളുഹ്ർ നിസ്കാരം പുനഃസ്ഥാപിക്കുക. നിർത്തലാക്കിയ ളുഹ്ർ നിസ്കാരം പുനഃസ്ഥാപിക്കുക. എവിടേത്? 2000 പള്ളി ഉണ്ടാക്കിയ ഉസ്താദിന്റെ 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അവസ്ഥയാണിത്. മാസങ്ങളോളമായി ളുഹ്ർ നിസ്കാരം അവിടുത്തെ കുട്ടികൾക്ക് എത്ര? ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞു, എന്റെ 2 കുട്ടികളിൽ ഒരു കുട്ടി മർക്കസിന്റെ ഇന്റർനാഷണൽ സ്കൂളിലാണ്, ഒരു കുട്ടി പഠിക്കുന്നത് പ്രൊവിഡൻസ് സ്കൂളിലാണ്. ആ പ്രൊവിഡൻസിൽ പഠിക്കുന്ന കുട്ടി സ്ഥിരമായി ളുഹ്ർ നിസ്കാരം ഖളാവാതെ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരും. മർക്കസിന്റെ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി വൈകുന്നേരം വന്നിട്ടാണ് ആ കുട്ടി ഖളാക്കിയിട്ട് നിസ്കരിക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക് ദീ പറയാൻ? ഇത്രത്തോളം കുട്ടികളെ ളുഹ്ർ നിസ്കാരം ഒഴിവാക്കിച്ചിട്ട് നിങ്ങൾ എന്ത് ദീനീ പ്രവർത്തനം നടത്തുന്നത്? അപ്പൊ ചോദിക്കപ്പെട്ടു, എന്താ കാരണം? മാനേജർ പറഞ്ഞു, അത് വെള്ളം പുറത്തുനിന്ന് വരികയാണ്, അതിന് ഒരുപാട് പൈസ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രശ്നമായത്. എന്ന സുഹൃത്തുക്കളെ 1000 പിരിച്ച് നിങ്ങൾക്ക് ഇതിനുവേണ്ടി ഒരു കൂപ്പൺ അടിച്ചൂടെ? വെള്ളം ഫണ്ട്. എന്തൊക്കെ മലയാളത്തിൽ നല്ല വാക്കുകളും കിട്ടും. വെള്ളം ഫണ്ട് എന്ന് പറഞ്ഞ് വെറുതെ പ്രശ്നമാക്കണ്ട. വേറെന്തെങ്കിലും ജലസമാഹരണോ അങ്ങനെ എന്തെങ്കിലും പേരിട്ട് നിങ്ങൾക്കൊരു പിരിവ് നടത്തിയിട്ടെങ്കിലും നിസ്കാരം പുനഃസ്ഥാപിച്ചു കൊടുത്തൂടെ? ഇത് രക്ഷിതാക്കൾ ഇങ്ങനെ പ്രശ്നമാക്കിയപ്പോൾ ശേഷം പറയുന്നുണ്ട്, കുട്ടികളുടെ ഈ നിസ്കാരത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ ശേഷം അടുത്ത പ്രശ്നം, നിസ്കാര ഹാളിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന 2 ക്ലാസ് റൂമുകൾ പൊളിച്ചു മാറ്റി നിസ്കാര സൗകര്യം കൂട്ടുക. ഇവരാരാ ശരിക്ക്? ഇവരാരാണ്? ഇസ്രയേലിയരാ? നിസ്കരിക്കാനുണ്ടാക്കിയ റൂമിൽ ക്ലാസ് റൂം ഉണ്ടാക്കി നിസ്കാര സൗകര്യം തന്നെ അവരെ ഒഴിവാക്കി. ഇവർക്കെങ്ങാനും മഹല്ലിലെ പള്ളി ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങൂല അതിന്റെ ഉള്ളിൽ. എന്തൊരവസ്ഥയാണിത്? എന്നിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്ന രക്ഷിതാക്കൾ അവസാനം പറയാൻ അവരെ വിഷമം, സ്കൂളിലെ അനാസ്ഥകൾ ചൂണ്ടിക്കാണിക്കുന്ന രക്ഷിതാക്കൾക്ക് രജിസ്ട്രേഷൻ കത്തുകൾ അയച്ച് TC തന്നുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ പുറത്താക്കുകയാണ്. ഇതിങ്ങനെ വന്നപ്പോ, ഇതിങ്ങനെ ചർച്ചയാവാൻ തുടങ്ങിയപ്പോ മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിലെ തന്നെ രക്ഷിതാക്കളുടെ മറ്റൊരു ഔദ്യോഗിക വിഭാഗത്തിന് വേണ്ടി രംഗത്ത് വന്നുകൊണ്ട് അവര് ഒരു നോട്ടീസ് ഇറക്കി. ഇതിന് മറുപടി കേട്ടോ, ഇത് തുടങ്ങി വിവാദമായപ്പോ കുറച്ചു മാസമായിട്ടുള്ള പ്രശ്നമാണ്. മുതിർന്ന ക്ലാസുകളിൽ ളുഹ്ർ നിസ്കാരം നടക്കുന്നുണ്ട്. ഈ നോട്ടീസിന് ശേഷം നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. ഓക്കെ, ഇത്രയും കാലം നിസ്കരിപ്പിക്കാതെ നമ്മൾ കാരണം കൊണ്ട് അങ്ങനെ നടന്നല്ലോ. മുഴുവൻ കുട്ടികളും ജമാഅത്ത് നടത്തിവിടാൻ വേണ്ടി അടുത്ത വർഷം മുതൽ സ്കൂള് അതിനുണ്ടാകുന്നുണ്ട്. മുതിർന്ന കുട്ടികൾക്ക് ഈ കൊല്ലം നിസ്കാരമുണ്ട്. അതിന് താഴെയുള്ള 7ലെയും 8ലെയും കുട്ടികൾക്കൊന്നും ഇപ്പൊ നിസ്കരിക്കാൻ അവസരമില്ല. അടുത്ത വർഷം മുതൽ അവർക്ക് നിസ്കരിക്കാം. ഇങ്ങനെയുണ്ടത് ഞാൻ കുറെ കുട്ടി നോക്കി, എന്തായിരിക്കും ഈ കളി? മുതിർന്ന കുട്ടികൾക്ക് ഇപ്പോഴും, അതിന് താഴെയുള്ള കുട്ടികൾക്ക് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒഴിവാകുന്ന കുറെ മസാലകളുണ്ടോ? അതിൽ ഹൈലിന് നിഫാസിന് പോലും ഇത്ര ദൂരമില്ല. അടുത്ത കൊല്ലത്തേക്കുള്ളത്. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അതപ്പതിച്ചിരിക്കുന്നു. ഇപ്പൊ കച്ചമില്ലാതെ മറ്റൊരു സംഭവം ഇല്ലാതായി മാറിയിരിക്കുന്നു. ഒരു കാര്യം സമ്മതിക്കാം, നല്ല സംഘടനാ സെറ്റപ്പാണ് SSFനും SOEസിനും. അതുപയോഗിച്ച് നിങ്ങൾക്ക് ക്വാണ്ടം കമ്പനിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, സോറി ഞാൻ പറഞ്ഞ കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ആദ്യം തുടങ്ങിയത്, ആരും തെറ്റിദ്ധരിക്കേണ്ട, ചിരിച്ചുകൊണ്ട് പറഞ്ഞ. അതുപോലെ മറ്റ് ആംബേ പോലെയുള്ള കമ്പനികളൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നടത്താറുണ്ടല്ലോ. ആ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ സംഘടനയെ പരിവർത്തിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ കോഴിമുട്ടക്കറി നടത്തിക്കോളൂ, അല്ലെങ്കിൽ കോഴിക്കച്ചവടം നടത്തിക്കോളൂ, അല്ലെങ്കിൽ കാന്തപുരം സൃഷ്ടിച്ചുവിടുന്ന എന്തെങ്കിലും കളവുകളുടെ പുതിയ നൂലാമാലകൾ നിങ്ങൾ വിതരണം ചെയ്തോളൂ. അല്ലാതെ മതം പറയാൻ നിങ്ങൾ വരരുത്. മതം പറയാൻ നിങ്ങൾക്ക് അവകാശവുമില്ല. കാരണം എന്നെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയത് വിശ്വാസം കൊണ്ടായിരുന്നു. ബിദ്അത്തിനെതിരെ ശബ്ദിച്ചിരുന്ന ഒരു നാവ് നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. സമസ്തയുടെ വിഭജനത്തിന്റെ തൊട്ടുമുമ്പ് അൽ മുബാറക്കിലൂടെ വന്ന ആദർശം തുളുമ്പി നിൽക്കുന്ന ലേഖനങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന ഞങ്ങളിൽ പോലും ആദർശത്തിന്റെ ആവേശം സന്നിവേശിപ്പിച്ചിരുന്നു.
ഒരു കാലഘട്ടത്തിൽ അൽ മുബാറക് നിർവഹിച്ചത് ആദർശത്തിന് വേണ്ടിയുള്ള നിവർന്നു നിന്നുള്ള പോരാട്ടമായിരുന്നെങ്കിൽ, പ്രതിരോധ സമരങ്ങളും പ്രത്യാക്രമണമായിരുന്നെങ്കിൽ, അതിന്റെ ആ വഴിയായി മുഖാമുഖ മാസികയിലൂടെ ആദർശ പോരാട്ടം നടത്തിയ ഒരു എളിയ സുഹൃത്താണ് ഞാൻ. ഞങ്ങളതിൽ നിൽക്കാൻ കാരണമായത് നിങ്ങളുടെ പക്ഷത്ത് ആദർശമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. ആ ധാരണകൾ തിരിക്കപ്പെടുമ്പോ അവിടെ നിൽക്കാൻ ഒരു നിമിഷം പോലും ഇനി സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അക്കൂടാരം വിട്ട് കാന്തപുരം സാമ്രാജ്യത്തിൽ നിന്ന് മെല്ലെ കൂടൊഴിഞ്ഞത്. ഇനി എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെ നാം പലപ്പോഴും സമസ്തയുടെയും അതിന്റെ നേതാക്കളെക്കുറിച്ചും പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അപ്പുറത്ത് പണ്ഡിതന്മാരില്ല, അപ്പുറത്ത് കിതാബ് തിരിയുന്നവരില്ല എന്നൊക്കെ പറയാറുണ്ട്. മൗഢ്യതയാണ്, മൂഢന്മാരാണ് നമ്മളെ കേട്ടിൽ വറവുള്ള പണ്ഡിതന്മാർ. ഞാൻ ഓർക്കുന്നു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട്ടെ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക്, ചെറുശ്ശേരി ഉസ്താദിന്റെ സവിധത്തിലേക്ക്, പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞങ്ങൾ പോയ ഫോട്ടോ നിങ്ങൾ കണ്ടു. അവിടെ നിന്ന് പ്രിയപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങളുടെ കൈപിടിച്ചതിന് ആ ആവേശവും ആ കാന്തിക വലയം ഇപ്പോഴും അതിൽ ഞാൻ ആ കാന്തിക വലയത്തിനുള്ളിലാണ്. ചിലരുടെ പേരിൽ ഭാഗങ്ങളുണ്ടാകുമെന്നല്ലാതെ അവിടെ അങ്ങനെ ഒരു വലയൊന്നുമില്ല, അങ്ങനെ ഒരു കാന്തിക ശക്തി അവിടെ ഇല്ല. പക്ഷേ സയ്യിദ് അവരുടെ കൈ പിടിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നടന്നെടുക്കാനുള്ള പാതയാണതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു നിമിഷ നേരം കൊണ്ട്. ഇപ്പോഴും മനസ്സിൽ ആ സന്തോഷം തുളുമ്പി നിൽക്കുന്നു. നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോ മനസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, എന്നിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ ചുറ്റുപാടിൽ നിന്ന് ഒരു വലിയാണ്ടം അഴിച്ചുവെച്ചതിന് സന്തോഷം ഇപ്പോൾ ഞാൻ പങ്കുവെക്കുകയാണ്. ചെറുശ്ശേരി അതിനെ കണ്ട് കൈകൾ പിടിച്ചപ്പോ ഉസ്താദെന്ന് പറഞ്ഞ വാക്കുകൾക്ക് ഇപ്പോഴും പ്രതി തരുന്നു, വിശ്വാസം തരുന്നു. മഹിമയുള്ള നേതൃത്വം ഇതാണെന്ന് തിരിച്ചറിയാൻ പ്രേരണ നൽകുന്നു. ഉസ്താദ് പറഞ്ഞത് നസൂഹായ തോന്നിയും കൊണ്ടിരുന്ന ആളുകൾക്ക് അവരെ തട്ടിമാറ്റിയ പാരമ്പര്യം സമസ്തക്കില്ല. ഷംസുൽ ഉലമയെ പോലെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള സച്ചരായ ആലിമീങ്ങളും ഔലിയാക്കളും നയിച്ച പ്രസ്ഥാനമാണിത്. ഇവിടെ കള്ളവും ചതിയും തോന്നിവാസവും വൃത്തികേടുകളും ഒന്നും നടക്കില്ല, അങ്ങനെയൊന്നും ഉണ്ടാവാനും പാടില്ല എന്ന് പറഞ്ഞപ്പോ ഞാനും എന്റെ സുഹൃത്തും ഒന്നിച്ചു വന്നതിൽ എന്റെ കൈപിടിച്ചുണ്ടായിരുന്ന ഏതോ ഒരു സുഹൃത്ത് മെല്ലെ കൈവിട്ടു. ആ പ്രസംഗത്തിലെ ഭാഗം കേട്ടോ എന്റെ കൂടെ ഇരുന്ന സുഹൃത്ത് കൈവിട്ട് മെല്ലെ നടന്നുപോയി. അദ്ദേഹത്തിന് ഒരുപക്ഷെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് വളരെ വലിയ ആ ഒരു ഉപദേശം ചുരുങ്ങിയ വാക്കിലാണെങ്കിലും ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസമുണ്ടായിട്ടുണ്ടാവാം. ഇവിടെ കള്ളം പാടില്ലെന്ന് പറഞ്ഞാൽ സത്യമല്ലേ? കള്ളം പറയുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതിനുവേണ്ടി മാത്രം ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്ത അക്കൂട്ടത്തിൽ നിന്ന് വരുമ്പോൾ പിന്നെ അതന്നെ ഇവിടെ വേണോ? അവിടെ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏതെങ്കിലും പള്ളിയിലൊക്കെ കയറുമ്പോൾ കാണാലോ, ഇവിടെ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ പുകവലിക്കരുത് എന്നൊക്കെ എഴുതി വെക്കുന്നത് പോലെ ആ സംഘടനക്കുള്ളിൽ പ്രത്യേകം എഴുതി വെച്ചൊരു സാധനമുണ്ട്, ഇവിടെ സത്യം പറയരുത്. അപ്രസ്ഥാനത്ത് നിന്ന് വരുമ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ പ്രത്യക്ഷസുകാരെ ഒഴിപ്പിക്കാനുള്ളത്, അകലിൽ നിന്ന് മാറി നിന്ന് വീക്ഷിക്കുമ്പോൾ ചെറുശ്ശേരി ഉസ്താദിനെ നിങ്ങൾക്ക് പിടിക്കാതെ വന്നേക്കും. കാരണം കലാപരത സൃഷ്ടിച്ചുകൊണ്ട്, നേതൃമഹിമ പറഞ്ഞുകൊണ്ട് അത്തരം കലാപരതകളുടെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ വ്യക്തിത്വം അവരിൽ കണ്ടെന്നു വരില്ല. പക്ഷേ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ സർവ്വസ്വഭാവ ഗുണങ്ങളും അവരിൽ നാം കാണുന്നുമുണ്ട്. അടുത്തേക്ക് വരണം, ഉള്ളിലേക്ക് കയറി നിൽക്കണം. എനിക്കെപ്പോഴും ഓർമ്മ വരുന്ന ഉദാഹരണമുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു ഉദാഹരണം, ഒരു സംഭവമാണ്. ഞാൻ ഈ രണ്ട് സംഘടനകളെയും ഒന്ന് തുലനിൻ്റെതുകൊണ്ട് ഇതിൽ ഇതിനു മുമ്പ് ഇങ്ങനെ കൂടെ ആലോചിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒന്ന് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും പിന്നെ ഒന്ന് ഗവൺമെന്റ് സ്കൂളുമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നല്ല യൂണിഫോമും വളരെ ഭദ്രവും ഒക്കെ ആയ ഒരു ടൈയൊക്കെ വലിച്ചു കെട്ടി, പിന്നെ നല്ല സ്പ്രേയും അത്രയൊക്കെ പൂശി ഏറ്റവും സിസ്റ്റമാറ്റിക്കായ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് മീഡിയം മാനേജർമാരോ അല്ലെങ്കിൽ അതിന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കോപിക്കരുത്, ഞാൻ ഒരു ഉദാഹരണം പറയാം. പക്ഷേ മാനേജർമാർക്ക് കൂടുതൽ, എല്ലാ ഇംഗ്ലീഷ് മീഡിയം എന്നല്ല, ചില ഇംഗ്ലീഷ് മീഡിയങ്ങൾ അതിന് ഒഴിവുണ്ടാവും. പക്ഷെ മാനേജർമാർക്ക് കൂടുതലും വേണ്ടത് പൈസയായിരിക്കും. അതാണ് കാന്തപുരം നേതൃത്വം നൽകുന്ന സംഘടന. ഇപ്പുറത്ത് ഗവൺമെന്റ് സ്കൂളാണ്, ഇവിടെ പാവങ്ങളായിരിക്കും. യൂണിഫോമിന്റെ പൊലിമയോ കലാപരതയുടെ ആ ഭംഗിയോ ഒന്നും ഇവിടെ കാണൂല. പക്ഷേ ഇവിടെ മൂല്യം നിലനിൽക്കുന്നുണ്ടാവും, പാരമ്പര്യം ഇവിടെ ഉണ്ടാവും. അതാണ് സമസ്തയുടെ ഈ വഴി.
അതുകൊണ്ട് ഈ വഴി തെരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോൾ തറവാട്ടിലേക്ക് തിരിച്ചുവരലാണ് ഐക്യമുണ്ടാക്കാൻ ഏറ്റവും നല്ല ഫോർമുലയെന്ന് പഠിച്ചതുകൊണ്ട് ഞാൻ അഹ്ലുസുന്നയുടെ തറവാടായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് കടന്നു വന്നു. അള്ളാഹു എന്നെ അതുകൊണ്ട് അനുഗ്രഹിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു നന്മ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പഴയകാലത്ത് വല്ലതും നിങ്ങളോടോ ഈ പ്രസ്ഥാനത്തോടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നന്മയുടെ മഹത്വം കൊണ്ട് നിങ്ങൾ ക്ഷമ തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.